തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിനെ സോണിയാഗാന്ധിയാണ് 10 വർഷം മുൻപ് കെട്ടിയിറക്കിയത്. കോൺഗ്രസിന്റെ നിരവധി നേതാക്കളെ തഴഞ്ഞാണ് ശശി തരൂരിനെ അന്ന് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയത്. ഇതിനെതിരെ പലരും രംഗത്തെത്തിയെങ്കിലും സോണിയാഗാന്ധി നേരിട്ടിടപെട്ടതിനാൽ ആരും അന്ന് എതിർത്തില്ല. ശശി തരൂരിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് അന്ന് ജയിക്കുകയും ചെയ്തത്. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ ശരിക്കും വെള്ളം കുടിച്ചു. നിരവധി ആരോപണങ്ങൾ നേരിട്ട തരൂരിന് ശക്തമായ വെല്ലുവിളി ഉയർത്തി രാജഗോപാലായിരുന്നു രംഗത്ത്. എന്നാൽ രാജഗോപാൽ ജയിക്കരുതെന്നതിനാൽ CPM വോട്ട് മറിച്ച് ശശി തരൂരിനു നൽകിയതോടെ വീണ്ടും ശശി തരൂർ ജയിക്കുകയായിരുന്നു. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ എന്തു വന്നാലും ശശി തരൂർ ജയിക്കരുതെന്നാണ് സാധാരണ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. ശശി തരൂർ തോറ്റാൽ മാത്രമേ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയൂ. അതിനാൽ തന്നെ കോൺഗ്രസ് പണി തുടങ്ങി. ഇതെല്ലാം കുമ്മനത്തിനാണ് സഹായമാവുന്നത്. കുമ്മനം ജയിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളതെന്ന് വ്യക്തം, അതും കോൺഗ്രസിന്റെ സഹായത്തോടെ. പ്രചാരണത്തിലെ മെല്ലെ പോക്കാണ് തലസ്ഥാനത്തെ കോൺഗ്രസിലെ ഇപ്പോഴത്തെ വിവാദ വിഷയം. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നേതാക്കൾ സജീവമല്ലെന്ന് കാണിച്ച് തരൂർ ക്യാമ്പ് നൽകിയ പരാതിയെ തുടർന്ന് ജില്ലയിലെ നേതാക്കൾക്ക് KPCC മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം തിരഞ്ഞെടുപ്പ് പ്രചാരണം സംബന്ധിച്ച് താൻ പാർട്ടിക്ക് പരാതി നൽകിയിട്ടില്ലെന്ന് ശശി തരൂർ പറയുന്നു. പ്രചരണത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ പാർട്ടി പരിഹരിക്കും. അവസാന റൗണ്ടിലാണ് കോൺഗ്രസ് പ്രചരണം ശക്തമാവുകയെന്നും ശശി തരൂർ പറയുന്നു. കൂടുതൽ ശക്തമായ പ്രചരണം വേണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും തരൂർ വ്യക്തമാക്കി. ചില ഭാഗങ്ങളിൽ ശക്തമായ പ്രചരണം വേണമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ കൂടുതൽ ശക്തമായ ത്രികോണ മത്സരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പ്രവർത്തകർ സജീവമല്ലെന്ന് കാണിച്ച് ശശി തരൂർ AICCക്ക് പരാതി നൽകിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മെല്ലെ പോക്കിന് പിന്നിൽ VS ശിവകുമാർ MLA ആണെന്നും ആരോപണമുണ്ട്. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്നാൽ ഇതോടെ VS ശിവകുമാർ തനിക്കെതിരെ വ്യാജ പ്രചരണമാണ് നടക്കുന്നതെന്ന് കാണിച്ച് DGPക്ക് പരാതി നൽകിയിട്ടുമുണ്ട്. വ്യക്തിഹത്യക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കുമെന്ന് VS ശിവകുമാർ പ്രസ്താവനയിൽ പറഞ്ഞു. തനിക്കെതിരായ പ്രചാരണം BJPയെ സഹായിക്കാനാണെന്നാണ് ശിവകുമാർ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ ശിവകുമാർ തയ്യാറായില്ല. ഇതിനിടെ ശിവകുമാറിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് INTUC നേതാവ് കല്ലിയൂർ മുരളി BJPയിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കല്ലിയൂർ മുരളിയുടെ വീടിന്റെ മതിലിൽ വരച്ച കൈപ്പത്തി ചിഹ്നം വായിച്ച് താമര വരച്ചു ചേർക്കുകയും ചെയ്തു. ശിവകുമാർ അടക്കമുള്ള നേതാക്കളുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്നും ഇനി കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ലെന്നും കല്ലിയൂർ മുരളി പറഞ്ഞു. എന്നാൽ DCC പുനഃസംഘടനയിൽ സ്ഥാനം കിട്ടാത്തത് കൊണ്ടുള്ള പ്രതിഷേധമാണ് കല്ലിയൂർ മുരളി എന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വെളിപ്പെടുത്തൽ. മുരളിയുടെ പാർട്ടി മാറ്റത്തിന് തരൂരിന്റെ പ്രചരണവുമായി ബന്ധമില്ലെന്നും കോൺഗ്രസ് വിശദീകരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രലിൽ ശിവകുമാറിന്റെ ജയവും നേമത്ത് രാജഗോപാലിന്റെ ജയവും കോൺഗ്രസ് BJP ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നെങ്കിലും ശിവകുമാർ ഇത് പലതവണ തള്ളിക്കളഞ്ഞിരുന്നു. എന്തായാലും നേട്ടം കൊയ്യാൻ ഒരുങ്ങുകയാണ് ശിവകുമാർ ഇവിടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.